കുറച്ച് സ്പീഡായിരുന്നു അല്ലേ? അതെ, ഇപ്പൊ എല്ലാരും സ്പീഡിലാ എടുക്കുന്നത്. നിഷാമാമിന്റെ അത്രയോ ഇല്ല. അതും ശരിയാ. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഒരു മീഡിയം എന്താ പറയാ, എവിടെയൊക്കെയോ കത്തുന്നുണ്ട്. ഇവിടെ എന്റെ ഹസ്ബൻഡ് ക്ലാസ് ഇട്ടിട്ടേ ഹസ്ബൻഡിനോട് ചോദിച്ചേ എന്താ പറയണേ, ഒന്നും മനസ്സിലാവായിട്ട്. എടാ നമ്മള് കുറ്റം പറയല്ലോ, റെക്കോർഡഡ് ആണ്, റെക്കോർഡഡ് ആയിക്കോട്ടെ. ഒന്നും തിരിയില്ല. ബാക്കി എല്ലാരതും ഫോട്ടോസ്റ്റാറ്റിലെങ്കിലും ഉണ്ടാവും. നിഷാ മാമിന്റെത് മാമിന്റെ മനസ്സിന്ന് വരുന്നതാ. അപ്പൊ എങ്ങോട്ട് നോക്കിയാലും തിരിയൂല. റെക്കോർഡ് ആയിക്കോട്ടെ, നമ്മള് കുറ്റം പറയുന്ന അല്ലല്ലോ, നമ്മൾക്ക് മനസ്സിലാവാത്തത് പറയല്ലേ. ശരിയാ, അവരെങ്ങനെയും അറിയണ്ടേ. നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ആണ്, റെക്കോർഡാണോ ഒന്ന് നിർത്തുന്നൊക്കെ. ഇനിയിപ്പൊ ഇംഗ്ലീഷ് സാറാണെങ്കിൽ ഒന്നും ഉണരായിരുന്നു, ഇപ്പോഴും ഉറക്കത്തില്ല ഞാൻ. നിഷാ മാമിന്റെ ആണെങ്കിൽ സ്പീഡിൽ പോകുന്ന ആരും ഇല്ല ക്ലാസ് എടുക്കുന്നതിൽ. പക്ഷെ നിഷാ മാം എടുക്കുന്നത് എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെയോ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്പീഡാണെന്നേ ഉള്ളൂ. എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെയോ കൂടുതൽ നമ്മൾക്ക് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കുറച്ച് സ്പീഡ് കൂടുതലാണെന്നേ ഉള്ളൂ. എനിക്ക് നിഷാ മാമിന്റെ ക്ലാസ്സില് എനിക്കിപ്പോ കഴിഞ്ഞ ക്ലാസ് ആണ് ഏറ്റവും എന്താ പറയാ, ഒന്നും നമുക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോയതുണ്ടല്ലോ. നിജി സാർ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. Good morning, sir. Good morning, sir. How are you? Fine, sir. Fine, sir. Yes. Okay. What about you? Oh, I am also very fine. Very good, very good. Okay. Okay, first hour and appointment, അതല്ലേ? Hello. അതെ സർ. Yes, sir. അപ്പൊ എല്ലാ ദിവസവും ഫസ്റ്റ് അവർ കിട്ടൂലല്ലോ. യെസ്. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് കേട്ടോ വല്ലതും ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന്. Any activity that I have told you? Sorry, sir, I don't know because കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. Very good. അപ്പൊ അതുകൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞല്ലേ, because I was absent last class. Yes, sir. Okay, very good. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ആയ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, they can say. ആരുമില്ല വേണ്ട. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട്, ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മയില്ല. അതാണ്. യെസ്. ഓക്കെ. ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. ഈ കാര്യത്തിൽ ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തേന്ന് എല്ലാരും അത് ചോദിച്ചിരുന്നു. ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളത് ഇംഗ്ലീഷില് ഇതായിട്ട് പറയാൻ നമ്മള് ശ്രമിക്കാം. അത് റെഡിയാണോ? ആർ യു റെഡി? ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം പറയാനായിട്ട് പറഞ്ഞത്. എനിക്കറിയാമായിരുന്നു, നിങ്ങൾ ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരുന്നതാ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാമായിരുന്നു, ഒരു ഓർമ്മയുണ്ടായിരുന്നു. യെസ്. ഈ ക്ലാസ്സിന്റെ ലൈവ് എടുക്കുന്ന സമയത്ത്, ഓൺലൈനിൽ എല്ലാം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും 2-3 കുട്ടികളെ ഏറ്റവും ഫ്രണ്ടിൽ എടുക്കുന്ന കുട്ടികളുണ്ടാവും. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ പറ്റിയ കുട്ടികളുണ്ടാവും. ഞങ്ങൾ എല്ലാവരും ബാക്കിലാണ്. യെസ്, അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. സാറെ പറ്റി പറയാനുണ്ടായിരുന്നു, ടീച്ചറെ ഇന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർമ്മിപ്പിക്കണം. കാരണം ആ ഫ്രണ്ട് ഓർമ്മിപ്പിക്കണൊക്കെ ഒത്തിരി പഠിപ്പിക്കലായിരിക്കും. യെസ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓണ സെലിബ്രേഷൻ ആയിട്ടൊക്കെ പറയിപ്പിക്കാട്ടോ. ഓക്കെ 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 ഓക്കെ. ടൈം തരാം. ശരി. അപ്പൊ ഇത് ബി പ്രിപ്പയർ. ഓക്കെ. നിങ്ങളുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത് October 3rd. ഓക്കെ 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 ഓക്കെ. റെഡി. സോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 5 ടെൻസുകൾ വരെ നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചാണ് നോക്കേണ്ടത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അല്ലെങ്കിൽ അതവിടെ പാരൻസിന് എടുക്കുമ്പോൾ സമയം കിട്ടില്ല. ഓക്കെ. സോ വി ആർ ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയാൻ പറ്റും. ഭാവിയില് സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. ഭാവിയില് സ്ഥിരമായിട്ടങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള വിഷയത്തില്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളൊരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് നടന്നു പോണ കൂട്ടുകാരുടെ പേര് തൽക്കാലത്തേക്ക് നമുക്ക് നിഷ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയണം ഇപ്പൊ അവൾ ഉറങ്ങിയായിരിക്കും, നമ്മളവിടെ ചെല്ലുമ്പോ അവൾ ഉറങ്ങിയായിരിക്കും. കേട്ടാ, ആ രീതിയിലുള്ള അർത്ഥമാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിന് വരിക. ഓക്കെ. ഇവിടുന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഈ സമയത്ത് അവൾ അവിടെ ഇന്നത് ചെയ്യുകയായിരിക്കും, അങ്ങനെ പറയുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആയിരിക്കും, നിങ്ങൾ പഠിക്കുകയായിരിക്കും, അവൾ ചിന്തിക്കുകയായിരിക്കും, അവൻ ഉറങ്ങുകയായിരിക്കും, അവൻ പഠിപ്പിക്കുകയായിരിക്കും, അവൾ എഴുതുകയായിരിക്കും, അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ആ അർത്ഥം വരുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള നമുക്ക് ആദ്യം പറയാം. ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ബി ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉണ്ടാവും, ആ വെർബിന്റെ കൂടെ ചെയ്യും. സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഓക്കെ ശ്രീജ, വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ. സബ്ജക്ട് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നമ്മൾ 2-3-5 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ ചിന്തിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഐ ഷാൽ ബി തിങ്കിങ്, ഐ ഷാൽ ബി തിങ്കിങ്. ഓക്കെ 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 പ്രിൻസിപ്പൽ പറയാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ആദ്യമായിട്ട് അത് സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ. സബ്ജക്റ്റ് കഴിഞ്ഞാല് ഐദർ വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞാല് ബി, അത് കഴിഞ്ഞാല് വെർബ്, ആ വെർബിന്റെ കൂടെ IH. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് IH. ഒന്നുകൂടി പറയാം, പ്രിൻസിപ്പിലിറ്റിയോ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് IH. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഓക്കെ ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് IH. പ്രിൻസി അത് വെച്ചിട്ട് വാചകം പറഞ്ഞേ, ഒരു സബ്ജക്റ്റ് പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ, ഷീ വിൽ ബി ഈറ്റിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, നിതിന. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ബി എഴുതുക, പിന്നെ വെർബ് എഴുതുക, ആ വെർബിന്റെ കൂടെ ചേർക്കുക. ഐ ഷാൽ ബി റീഡിങ്, യു വിൽ ബി ലിസണിങ് മീ, ദേ വിൽ ബി റീഡിങ് ബുക്ക്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബ് പ്ലസ് IH. ഓക്കെ, റെഡി. നിങ്ങൾ 2-3 വാചകം പറഞ്ഞ് സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം, ബി വേണം, വെർബ് വേണം, ആ വെർബിന്റെ കൂടെ IH വേണം. യെസ് ശ്രീജ, I will be writing, I will be
writing a letter. They will be enjoying the party. Very good. You be yes. Okay, okay, ശരിയാണ്. ഇനി ആരെങ്കിലും സബ്ജക്ട് പ്ലസ് will or shall plus be plus verb plus ing. Subject plus will or shall plus be plus verb plus ing. Yes. They will be playing cricket. You will be Srija. You will be answering me. Okay, okay, okay. Aminu, they will be playing cricket. Okay, Chiriana. They will be watching a film. Sunira, Ratana. Safrin Nisa, they will be singing a song. Chiriana. Shija Abraham. When I woke up in the morning, she will be cooking. Okay, okay. Correction നമുക്ക് വരുത്താനുണ്ട്. Okay. They will be attending the marriage. Lily Harry, correct ആണ്. Okay, 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 okay. ശരിയാണ്, ശരിയാണ്. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Very good, very good. I will be singing at night. Oh, very good. So, Alina, I will be singing at night. Yes. They shall be cooking food to Prince Lijo. Very good. Yes. Okay, okay, okay. She will be dancing. Okay, Jayalakshmi, very good. Okay, 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 okay. ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്ട് എഴുതുന്നു, will English ആണ് എഴുതുന്നു. They will be attending the examinations. Correct. We will be attending the examinations. They will be dancing. Khabar. Okay, okay, okay. ശരിയാണ്. അപ്പൊ ഓക്കെ 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 ഓക്കെ. നിങ്ങളിങ്ങനെ എഴുതുമ്പോഴാണ് എനിക്ക് കൂടി പറയാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഐ വിൽ ബി സ്റ്റഡി. ഓക്കെ അലീന, യെസ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നുന്നിടത്താണല്ലോ എനിക്കൊരു ഹാപ്പിനെസ്. ഓക്കെ, ശ്രീജ സുജിത്ത്. ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ അലീന, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം സബ്ജക്ട് എഴുതുന്നു, will അല്ലെങ്കിൽ shall എഴുതുന്നു, ബി എഴുതുന്നു, വെർബ് എഴുതുന്നു, അതിന്റെ കൂടെ ing എഴുതുന്നു. സബ്ജക്ട് പ്ലസ് will or shall plus be plus verb plus ing. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിന് നെഗറ്റീവ് ആണ്. നെഗറ്റീവ്, ഞാൻ പഠിക്കുകയായിരിക്കില്ല, അവൾ ഉറങ്ങുകയായിരിക്കില്ല, നിങ്ങൾ ചിന്തിക്കുകയായിരിക്കില്ല. അപ്പൊ ഒരു നോട്ട് ചേർക്കണം. ആ നോട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിൽ ബി കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കരുത്, വില്ലിന്റെയും ബിയുടെയും ഇടയിൽ ചേർക്കും. അപ്പൊ എന്ത് വരും? വിൽ നോട്ട് ബി. വിൽ നോട്ട് ബി, അതാണ് കറക്റ്റ്. വിൽ നോട്ട് ബി. അപ്പോ നിങ്ങൾ ഉറങ്ങുകയായിരിക്കില്ല, യു വിൽ നോട്ട് ബി സ്ലീപ്പിംഗ്. അവൾ ചിന്തിക്കുകയായിരിക്കില്ല, ഷീ വിൽ നോട്ട് ബി തിങ്കിങ്. നിങ്ങൾ എഴുതുകയായിരിക്കില്ല, യു വിൽ നോട്ട് ബി റൈറ്റിംഗ്. വില്ലിന്റെയും ബിയുടെയും ഇടയിൽ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് 2-3 വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞേ. മറക്കരുത്, പ്രിൻസി വില്ലിന്റെയും ബിയുടെയും ഇടയിലാണ് നോട്ട് ചേർക്കേണ്ടത്. ഓക്കെ, she will not be cooking. Princey, correct. We will not be waiting for you. ശരി, correct. He will not be walking. Correct. Nidina. They will not be writing. Srija Sujit. Okay. I will not be studying. Alina. Yes. She will not be listening. Jayalakshmi. Correct. She will not be dancing. She has. Correct. Willindeയും ബീഡുകളും. They will not be studying properly. Sunira. Okay. Correct. Safira Sharif. They will not be sleeping. Yes. They will not be watching film. Lily Harry. Correct. Yes. She will not be cooking. Sanil. Okay. She will not be staying. Alina. They will not be playing football. Princey. She will not be gardening. Srija. She will not be dancing. Pili. They will not be dancing tomorrow. That's correct.
they will not be going. Amino, ശരി. യെസ്. അപ്പൊ വില്ലിന്റെയും ബിയുടെയും നടുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് ചേർക്കുന്നു. അപ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ദാറ്റ് കൺവേർട്ട് ഇൻടു എ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറുന്നു. ഷീ വിൽ നോട്ട് ബി വാഷിംഗ് ക്ലോത്ത്സ്. ഓക്കെ പ്രിൻസി, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഷീ വിൽ നോട്ട് ബി വാഷിംഗ് ക്ലോത്ത്സ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ മോഡൽ ചോദ്യമാക്കി മാറ്റണം. ചോദ്യം. അപ്പൊ നമ്മൾ നോക്കാം. അപ്പോൾ ഉറങ്ങിയായിരിക്കും. ഷീ വിൽ ബി സ്ലീപ്പിംഗ്. അത് ചോദ്യമാക്കുമ്പോൾ വിൽ ബി എടുത്ത് മുന്നിൽ വെക്കരുത്, വില്ല് മാത്രം മുന്നിൽ വെച്ചാൽ മതി. അപ്പൊ എന്ത് വരും? വിൽ ഷീ ബി സ്ലീപ്പിംഗ്. കേട്ടോ, വിൽ ബി എടുത്ത് മുന്നിൽ വെക്കേണ്ട, വില്ല് മാത്രം വെക്കുക. വിൽ ഷീ ബി സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരിക്കുമോ? നിങ്ങൾ പഠിക്കുകയായിരിക്കുമോ? വിൽ യു ബി സ്റ്റഡിയിങ്? നിങ്ങൾ നോക്കുകയായിരിക്കുമോ? വിൽ യു ബി ലുക്കിംഗ്? നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമോ? വിൽ യു ബി തിങ്കിങ്? നിങ്ങൾ എഴുതുകയായിരിക്കുമോ? വിൽ യു ബി റൈറ്റിംഗ്? അവൾ പഠിപ്പിക്കുകയായിരിക്കുമോ? വിൽ ഷീ ബി ടീച്ചിങ്? അവൻ പഠിക്കുകയായിരിക്കുമോ? വിൽ ഹി ബി സ്റ്റഡിയിങ്? ഓക്കെ. അപ്പോ അതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് വിൽ ബിയില് വില്ല് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പറയണം. ഓക്കെ. അപ്പോ വിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ മോഡലുള്ള സെന്റൻസുകൾ നിങ്ങൾ എഴുതി. വിൽ ഷീ. അപ്പോ ബി ചേർക്കാൻ വിട്ടുപോയി, തിരക്കിന്റെ എടുക്കട്ടാ. ഓക്കെ, ബി സെന്റ് ബി. വിൽ ദേ ബി ഹെൽപ്പിംഗ്? ഓക്കെ. Srija, will he be loving? Okay. Will you be studying? Will he be reading? Alina, will she be studying? Billy, will you be reading? Okay. ശരിയാണ്. Okay. Yes. Jayalishmi, will she be cooking? ശരിയാണ്. Will she be cooking? ശരിയാണ്. Yes. Will you be singing? ശരിയാണ്. Okay. അതും ശരിയാണ്. Okay. Will you be listening? Will you be watching class? Okay. അത് correct ആണ്. Will you be watching class? Okay, correct ആണ്. Yes. Yes. Anybody? Okay. Will she be അതിനകത്ത് ലിലി ഒരു ING ഉള്ള സംഗതി വന്നില്ല. ING കൂടി വേണ്ട കേട്ടോ. Will they be walking? Lida, will you be teaching? Will you be going? Alina, ശരിയാണ്. Will you be understanding me? Okay. Very good. Yes. Next. Okay. അപ്പൊ ഞാനിപ്പോ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. 6 ടെൻസ്. സിമ്പിൾ പ്രസന്റ്. Okay. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. സുനീറ, will you be attending the class? ശരിയാണ്. Will you be attending the class? Okay, ശരി. Okay, correct. Yes. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ഇതുവരെ പറഞ്ഞത് 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് 6 ടെൻസ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അങ്ങനെ 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്നത്തെ ഉൾപ്പെടുത്തി. ഓക്കെ. ഇങ്ങനെ 6 ടെൻസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ഏജ്. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഏജ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഏജ്. ഓക്കെ. ഞാൻ ഒന്നും കൂടി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ആദ്യം നിങ്ങൾ തിരിച്ചു പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് 6 ടെൻസുകളെ കുറിച്ച് പഠിച്ചു. ഇന്നത്തേത് പറഞ്ഞത് ഉൾപ്പെടെ ആ 6 ടെൻസിന്റെ പേര് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ.
പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനി അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിച്ചു. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing ആയിരിക്കും. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing ആയിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. യെസ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആരിവിടെ സിമ്പിൾ ഐ വിൽ സപ്പോർട്ട് യു. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത് ഏതാണോ അതൊന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, അതായത് എഴുതി വെച്ചു. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി ബി പ്ലസ് വെർബ് പ്ലസ് ബി പ്ലസ് ing. ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. സർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോള് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ആണോ? ing. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും കൂടെ ing വരുന്നത്. ഓക്കെ, യെസ്. ലിത പറയാമോ? യെസ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. സിമ്പിൾ അല്ലേ മക്കളെ? ഒന്ന് ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റൂല. ശരിയാവും അറിയില്ല. ഓക്കെ, ഐ വിൽ സപ്പോർട്ട് യു, ഡോണ്ട് വറി. ചെയ്യാം, കം ഓൺ. സിമ്പിൾ പ്രസന്റിന്റെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ് അതിന്റെ വെരി ഗുഡ്. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? തെറ്റില്ല, കറക്റ്റ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് സിമ്പിൾ പാസ്റ്റ് തന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. വെരി ഗുഡ്, കറക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ വരുന്നത് സബ്ജക്ട് എന്തോ പറഞ്ഞു. വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. അത് ഏ ടെൻസ് അത് എഴുതാൻ പറ്റിയില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ വിൽ ഓർ ഷോൾ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്, കറക്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസ്. അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. പാസീവ് വോയിസ് അല്ലല്ലോ? അല്ലല്ല, പാസീവ് വോയിസ് ഒന്നും പോയിട്ടില്ല. അല്ലല്ല, സിമ്പിൾ പ്രസന്റോ? അല്ല, പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ഓക്കെ ഓക്കെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing. ഷീനെ പറഞ്ഞോ. പാസ്റ്റ് കണ്ടിന്യൂസ് പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ്. ഒരു മിനിറ്റ്. ഓക്കെ 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 ഓക്കെ. ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ ഈ മൂന്ന് വേർഡിന്റെ അർത്ഥം ആകുന്നതാണ്. ഈസ് എന്ന് പറഞ്ഞാലാകുന്നു, ആം എന്ന് പറഞ്ഞാലാകുന്നു, ആർ എന്ന് പറഞ്ഞാലാകുന്നു. അപ്പൊ അത് പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാല് വാസ് അല്ലെങ്കിൽ വേറാണ്. അതിന്റെ രണ്ടിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതിന് പ്രസന്റ് കണ്ടിന്യൂസ് നേരത്തെ മിസ്സായി പോയത് കൊണ്ട് പറയാൻ പറ്റും. പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് ആം സോറി സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് വെർബ് പ്ലസ് ING. വെരി ഗുഡ് വെരി ഗുഡ്. ഇന്ന് പറയുന്നത് ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് വെർബ് പ്ലസ് ING. അതിന്റെ നെഗറ്റീവ് പാസ്റ്റ് കണ്ടിന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വേർ ഓർ വാസ് പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയാം ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇന്ന് പറഞ്ഞ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇന്ന് പഠിക്കും. ഇന്ന് പറഞ്ഞ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഷിയ, കൺഗ്രാറ്റുലേഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ വെൽക്കം വെൽക്കം. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ആരാ വരുന്നത്? സിമ്പിൾ പ്രസന്റ്. ആരാണ്? ജയലക്ഷ്മിയാണോ? യെസ് സർ. ഓക്കെ ജയലക്ഷ്മി, യു ക്യാരി ഓൺ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ വെരി ഗുഡ്. സെക്കൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. വെരി ഗുഡ് വെരി ഗുഡ്. അല്ലെങ്കിൽ V2. ഓക്കെ, രണ്ടും ശരിയാണ്. അടുത്ത നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ ശരിയാണ്. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പാസ്റ്റ് ടെൻസ് ഓർത്താൽ മതി. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഓഫ് ദ വെർബ്. ഓക്കെ ഓക്കെ. വെർബ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഓക്കെ റെഡി. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ജയലക്ഷ്മി, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ലിനി ലിനി പറഞ്ഞു. സിമ്പിൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് ടെൻസ്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് പ്രസന്റ്. വെരി ഗുഡ് വെരി ഗുഡ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം or are plus verb plus ING. Very good very good. Past continuous subject plus was or were plus verb plus ING. Very good. Okay 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 okay. Future continuous subject plus will or shall plus be plus verb plus ING. Very good Princy, very good very good. Okay 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 okay. Okay. Yes, who is next? Sir. Okay, carry on. Alila, പറഞ്ഞോളൂ. Simple present subject plus verb plus present tense. Okay. Simple past subject plus verb in the past tense. Okay. Simple future subject plus will or shall plus verb in the present tense. Okay. Present continuous tense subject plus is or am or are plus verb plus ING. Very good. Past continuous subject plus was or were or verb in the verb plus ING. Very good very good. Future continuous subject plus will or shall plus be plus verb plus ING. Very good Alina, very good. Keep it up. Very good. Okay. ഇനി ആരാണ്? ഞാൻ പറയാം സർ. Yes, Lily. ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ആർ പ്ലസ് വെർബിന്റെ
ing. വെരി ഗുഡ്. Past continuous subject plus was or were plus verb in the ing form. വെരി ഗുഡ്. Future continuous subject plus will or shall plus be plus verb ing form. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലിനി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ശ്രീജ. ഞാൻ പറയാം സർ. യെസ്, ഓക്കെ. ഇതുകൊണ്ട് പയ്യെ ഞാൻ ആലോചിച്ചു. ഓക്കെ. എല്ലാരും പറയട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. യെസ്, ഓക്കെ ഓക്കെ. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബ്, വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, വെരി ഗുഡ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഓക്കെ. ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് subject plus is or am or are plus verb ing form, verb in the ing form. Very good. And past continuous past continuous subject plus was or were plus verb in the ing form. Very good. And future continuous subject plus will or shall plus be plus verb in the ing form. Very good, very good. Through. Future continuous. Okay. Correct. Very good. Okay. Anybody? ഞാൻ പറയാം സാർ. Yes. Okay. Sunila, പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റിലെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ്. Okay. സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ടെൻസിലെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് ടെൻസ്. Okay. സിമ്പിൾ ഫ്യൂച്ചറിലെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ്. Okay. പ്രസന്റ് കണ്ടിന്യൂസിലെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസിലെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം. Okay. ഫ്യൂച്ചർ കണ്ടിന്യൂസിലെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് be plus verb plus ing. Very good. Okay. Anybody? ആരെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഞാൻ പറയാം സാർ. Yes, Lisa. Okay. പറയൂ Lisa. Yes, പറയൂ. സിമ്പിൾ പ്രസന്റിലെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രസന്റ് ടെൻസ്. Very good. സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് ടെൻസ്. Okay. സിമ്പിൾ ഫ്യൂച്ചറിലെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. Okay. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം പ്ലസ് ആർ പ്ലസ് വെർബിന്റെ ing ഫോം. Okay. പാസ്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് was or were plus verb plus ing form. Okay, very good. Future continuously subject plus will or shall plus being plus verb plus ing form. Very good. Okay, very good. Okay, Lisa, very good. Okay. Yes. അപ്പൊ ഇനി ഞാൻ അവസരം തരാം ഓരോരുത്തർക്കും. നിങ്ങൾ മനസ്സിൽ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 6 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. 6 ടെൻസില് നമ്മൾ 3 ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെയും പാസീവ് വോയിസ് നമുക്ക് പറയാനുള്ളത്. അത് നമ്മൾ അതിലൂടെ നമുക്ക് വരാം. ഓക്കെ. അതിനു മുമ്പ് എനിക്ക് ധൈര്യമുള്ള ഒരാളെ വേണമെന്നല്ല. ശ്രീജ, ആർ യു റെഡി? Yes sir. Okay. ശ്രീജ, വേറെ ഒന്നുമല്ല, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ മറുപടി പറയൂ. യെസ്. ശ്രീജക്ക് I will be try. ഓക്കെ. ശ്രീജക്ക് ഇഷ്ടമുള്ള 2 പേരെങ്കിലും വിളിച്ചു. ഈ ഗ്രൂപ്പിലെയോ? ഈ ഗ്രൂപ്പിൽ 2 പേരെങ്കിലും വിളിച്ചു. നിജിയ. എനിക്ക് അറിയുന്ന 2 പേരെ വിളിക്കാം. പറഞ്ഞു. നിജിയ, ജയലക്ഷ്മി. ലിജിയ ജയലക്ഷ്മി അല്ലേ? ഷിയാസ്. അല്ലല്ല, നിജിയ
ഇല്ല സർ, ഷിയാസിന്റെ ഒറിജിനൽ നെയിമാണ് നിജിയ. ഓക്കെ 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 പ്രൊഫൈൽ നെയിമാണ് ഷിയാസ്. ആ ഓക്കെ. അപ്പൊ ഷിയാസ് റെഡി അല്ലേ? ഐ വിൽ ബി ട്രൈ മൈ ബെസ്റ്റ്. ഷിയാസ് കൂടാതെ പിന്നെ പറഞ്ഞാൽ ജയലക്ഷ്മി അല്ലേ? ജയലക്ഷ്മി റെഡി അല്ലേ? അപ്പൊ ഓക്കെ ഓക്കെ, വെരി സിമ്പിൾ. ഒരു ചെറിയ സ്മോൾ ആക്ടിവിറ്റി, വേറെ ഒന്നുമല്ല. ഞാനിപ്പോ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ സർ. ഞാൻ പറയാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 3 പേരുണ്ട് നമുക്ക് ഇവിടെ. ശ്രീജ ഉണ്ട്, ഷിയാസ് ഉണ്ട്, ജയലക്ഷ്മി ഉണ്ട്. 3 പേര്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ആൻസർ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇനി നിങ്ങൾ 3 പേരും ആൻസർ പറഞ്ഞില്ല എങ്കിൽ ഈ ചോദ്യം മറ്റുള്ളവർക്ക് വിടുന്നു, അവരാരെങ്കിലും ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി ചോദ്യം വലിയ കടികട്ടിയുള്ള ചോദ്യമൊന്നുമില്ല. നമ്മളിപ്പോ ഓണമൊക്കെ കഴിഞ്ഞത്, ഓണത്തെ കുറിച്ചുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം ഇംഗ്ലീഷിലാണെന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ. അതിന്റെ മലയാള പരിഭാഷ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിയുന്നിട്ടേ ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഞാൻ എൻ്റെ മറ്റൊരു സംഭവം പറയാം. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റണതേ, വി വിൽ നോട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഉത്തരത്തിന് ചുറ്റും കിടന്ന് കളിക്കും, ഉത്തരത്തിലൂടെ നമ്മൾ എത്തൂല. ഉത്തരം ചോദിച്ചതിനോട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, അത് നമുക്ക് ഉണ്ടാവില്ല. ചെറിയ കുട്ടികളോട് പറയാറുള്ള ഒരു വാചകം പറയും, പശുവിനെ കുറിച്ച് 10 വാചകം എഴുതാനായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ, അപ്പൊ ഈ 10 വാചകം എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. അപ്പോ കുട്ടി ആദ്യം എഴുതി, രാവിലെ തന്നെ അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങിൽ കെട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് വാചകം പശുവിനെ കുറിച്ച് എഴുതി. 2ാമത്തെ വാചകം എഴുതി, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. 3ാമത്തെ വാചകം എഴുതി, തെങ്ങിന്റെ മുകളില് ഓലമുടല്, തേങ്ങ എന്നിവയുണ്ട്. 4ാമത്തെ വാചകം എഴുതി, തേങ്ങ നല്ലൊരു ആഹാരമാണ്, തേങ്ങയുടെ വെള്ളം വളരെ മധുരം, അങ്ങനെയൊക്കെ എഴുതി. ചകിരി ഉപയോഗിച്ച് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അതെഴുതി. ഇത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാം, ഇങ്ങനെ എഴുതി. അങ്ങനെ 8 സെന്റൻസ് എഴുതി. 10ാമത്തെ വാചകം എഴുതി, വൈകുന്നേരമാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. അപ്പൊ പശു അതിനകത്ത് കിടക്കുന്നത് ഫസ്റ്റ് വാചകത്തിലുണ്ട്, ലാസ്റ്റ് വാചകത്തിലുണ്ട്. ബാക്കി മുഴുവൻ തെങ്ങാണ് കിടക്കുന്നത്. ലിഡയോടാണ് ചോദ്യം. ലിഡയാണ് ടീച്ചർ എന്ന് വിചാരിക്കുക. എത്ര മാർക്ക് കൊടുക്കും? കൊടുക്കുക മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര? 1 മാർക്ക്, ഒരേ ഒരു മാർക്ക്. 1 മാർക്ക് കൊടുക്കും. കൊടുക്കാം സാറേ. ആദ്യത്തത് അവസാനത്തെ വരി പശുവിനെ കുറിച്ചല്ലേ? പ്രിൻസി, ഈ പേപ്പർ നോക്കുന്ന ടീച്ചർ പ്രിൻസി ആണെന്ന് വിചാരിക്കുക, എത്ര മാർക്ക് കൊടുക്കും? പ്രിൻസി പോയാൽ 2 മാർക്ക് കൊടുക്കും പ്രിൻസി. ഓക്കെ 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 ഓക്കെ. ലിനി ഹരി, യു ആർ ദ ടീച്ചർ, എത്ര മാർക്ക് കൊടുക്കും ഈ ചോദ്യത്തിന്? തെങ്ങിനെ കുറിച്ചോ അല്ല പശുവിനെ കുറിച്ചുള്ള 10 വാചകമായിരുന്നു, കുട്ടി എഴുതി വെച്ചാൽ ഇങ്ങനെയാണ്, എത്ര മാർക്ക് കൊടുക്കും? അപ്പൊ ലിനി ഹരി കുറച്ചുകൂടി വിശിക്കുക എന്നാണ്, 1 മാർക്ക് കൊടുക്കുള്ളൂ. ഓക്കെ. ഇനി ആരാണ് ചോദിക്കുക? അലീന, ഡൗട്ട് ചോദിച്ചോട്ടെ, ലാസ്റ്റ് കുട്ടി പശുവിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ലാസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? വൈകുന്നേരം ആകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. രാവിലെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങിൽ കെട്ടുന്നു, വൈകുന്നേരം തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. ഒരു മാർക്ക് മതി, കാരണം ഈ ചെയ്ത പ്രവൃത്തി തന്നെ അല്ലേ പിന്നെ റിപ്പീറ്റേഷൻ പറയുന്നേ. ഞാനാണെങ്കിൽ ഒന്നും കൊടുക്കില്ല, കാരണം പശുവിനെ കുറിച്ചാണ് ചോദിച്ചത്. പശുവിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കില്ല. അതാണ് ഞാനാണ് സാർ പറഞ്ഞത്, ഞാൻ ഒന്നും കൊടുക്കില്ല. ഞാനാണെങ്കിൽ ഫുൾ കൊടുക്കും സാർ. കാരണം എന്താണെന്നറിയാമോ? അത് 5 വയസ്സുള്ള കുട്ടി എന്നല്ലേ പറഞ്ഞത്? അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്രയും ചിന്തിക്കില്ല. അവൻ കാണുന്ന കാര്യങ്ങളാണ് എഴുതുന്നത്.
അപ്പോ അതിനനുസരിച്ചിട്ട് മാത്രമേ അവൻ തിങ്ക് ചെയ്യുള്ളൂ. അപ്പൊ അവൻ കാണുന്ന കാര്യം ഇതൊക്കെയാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന 2 മാർക്ക് എന്തിനാണെന്നറിയോ? ഒന്ന്, ഫസ്റ്റ് ഓഫ് അവന് പറയുന്നുണ്ട്, അവന് അമ്മ തൊഴുത്തിൽ നിന്ന് പശുവിനെ മാറ്റിക്കെട്ടുന്നു. അതിൽ പശു എന്നുള്ളൊരു വേർഡ് വന്നു. ഓക്കെ, അവൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇവന് ഇത്രയും ചിന്തിക്കുന്നില്ലേ ഇവന്റെ തോട്ട്. അവൻ ആ എഴുതിന് നമ്മൾ എന്തെങ്കിലും റെസ്പെക്ട് കൊടുക്കണ്ടേ? കാരണം ചിലപ്പോ അതിനെ കുറിച്ചിട്ട് അവൻ അറിയാത്തതായിരിക്കാം, പക്ഷെ അവൻ ചുറ്റുപാടിനെ കുറിച്ചിട്ട് എത്രത്തോളം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ മാർക്കിനുള്ള. അങ്ങനെ 2 മാർക്ക്. ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ. ഞാൻ നമുക്ക് 5 മാർക്ക് കൊടുക്കും സർ. എന്തോ 5 മാർക്ക് കൊടുക്കും. ജയലക്ഷ്മി 5 മാർക്ക് കൊടുക്കും. ഓ, ജയലക്ഷ്മിയുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും പാസ്സാവുമല്ലോ. യെസ്. അല്ല സാർ, ആ കുട്ടിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് വേറൊരു രീതിയില്, ആ കുട്ടി കാണുന്ന ആ ചുറ്റുപാട് പശുവിനെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തല്ല, അമ്മ ചെയ്യുന്ന എല്ലാ ഒരു പ്രവൃത്തിയും അതില് പെടുന്ന എല്ലാം ആ ഒരു നല്ല നിരീക്ഷണ ബോധമുണ്ട് ആ കുട്ടിക്ക്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉള്ളത്, ടീച്ചർമാരുടെ കയ്യിൽ ഒരു ആൻസർ കീ ഉണ്ടാവും. ആ കീയില് ആൻസർ കീയില് പോയിന്റ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ടീച്ചർക്ക്, അത് വെച്ചിട്ടാണ് ടീച്ചർ മാർക്ക് ഇടുന്നത്. അപ്പൊ നേരത്തെ CS പറഞ്ഞ പോലെ 2 മാർക്കൊക്കെ കൊടുക്കും. നമുക്ക് അത് വേറെ വിഷയത്തിലോട്ട് വരാം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സംഗതി പറയാം. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്. ദാറ്റ് ഈസ് ഓൺലി. അപ്പൊ ഓക്കെ, ഐ ആം ഗോയിങ് ടു ആസ്ക് യു some questions about honor. Okay, Srija and Shia and Jayalakshmi, you are ready. Okay. Okay, sir. Okay, first question. ചോദ്യം എല്ലാവരോടും കൂടിയാണ് കേട്ടോ. എല്ലാവരും ആൻസർ കണ്ടുവച്ചേക്കാം. ഓക്കെ, which state is known for the festival of honor? കേരള. ഒന്നുകൂടെ പറയൂ. Which state is known for the festival of Onam? Kerala. Which state is known for the festival of Onam? കേരള അല്ലേ? കേരള. കറക്റ്റ് ആൻസർ ആണ്, ശരിയാണ്. ആരെങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു പോയിന്റ്. ഓക്കെ, കേരള. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെയിം എ കിങ് associated with the legend of Onam. Mahabali. Mahabali. Okay. But you also get 1 more point. Then next, third question. Which month in Malayalam calendar does Onam fall under? Chingam. Yes, okay. But you get 1 more point. Yes. Next question. Which avatar of Vishnu is associated with the legend of Onam? വാമൻ. Okay. That is also a correct answer. 1 more question. The traditional floral decoration made during the Onam is called dash. The traditional. The traditional floral made during Onam is called. മാവേലി അല്ല, തൃക്കാരപ്പനാണോ? സർ, ഓണപ്പൂക്കളം. പുലിക്കളിയാണോ? പൂക്കളം പറഞ്ഞതാണ് ഫസ്റ്റ്, എന്നിട്ട് സാർ പറഞ്ഞു. അയ്യോ, പൂക്കളം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറഞ്ഞതിനിടയിൽ പെട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, ലിവിസ്. ഓക്കെ, മറക്കിട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത്. The traditional feast served during Onam is known as dash. സദ്യയാണോ? സദ്യ. Okay. Very good. 1 more question.
how many days Onam traditionally celebrated? 10 days, sir. 10 days. 10 days. Okay, okay. Very good. അപ്പൊ ഞാൻ ചോദിച്ചത് 7 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. 7 ചോദ്യത്തിനും നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. അപ്പോ 3 പേർക്ക്, അതായത് ശ്രീജയ്ക്കും ഷിയക്കും അതിനോടൊപ്പം തന്നെ ജയലക്ഷ്മിക്കും കൺഗ്രാജുലേഷൻ. ഓക്കെ 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 Thank you, sir. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഞാൻ വിളിക്കുന്നത് പ്രിൻസിയാണ്. പ്രിൻസി, ഓക്കെ, ഒരു 2 പേരെ കൂടി കൂട്ടി വിളിച്ചു. ഇപ്പൊ നേരത്തെ വന്ന 3 പേർക്ക് ചാൻസ് കിട്ടിയതല്ലേ, അതല്ലാതുള്ള 2 പേരും കൂടി വിളിച്ചു. അലീന. അലീന, are you ready? I am ready, sir. Yes, very good, you are ready. Okay. ഇനി one more person. പ്രിൻസി. Lini. Lini, are you ready? Okay. Okay, ready and confident. Okay. അപ്പോ നിങ്ങൾ 3 പേര്, അതായത് പ്രിൻസി, അലീന ആൻഡ് ലിനി, 3 പേരോടുകൂടിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നേരത്തെ ഞാൻ അവരോട് 7 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 7 ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ആ ഒരു 7 ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് പാസ് ചെയ്തേക്കാം. ഓക്കെ, മറ്റുള്ളവർ പറഞ്ഞു. Question number 1. The dance form popularly performed by women during Onam is dash. Tiruvadira. Yes, the correct answer. Oh, correct. You get 1 point. Yes. Next question. The most consumed fruit during Onam season is Banana. very good. You are right. Oh, Alina, very good. Banana. ശരിയാണ്. ഓണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫുഡ് ഏതാണ്? പഴമാണ്. Okay. The previous day to Tiruvonam is known as dash. Uttradam. Very good. Uttradam. Very good. You also get 1 point. Previous day എന്ന് പറയുമ്പോൾ തലേ ദിവസം. Okay. The next question. The term used for new clothes worn during Onam. Kodi. Onakodi is very good answer. Correct answer. You get 1 more point. Onakodi. That term used for the new clothes. പുതിയ വസ്ത്രങ്ങൾ worn during Onam. ശരി. Okay. Next. Which art form performed during Onam involved dances painted as leopards and tigers? Pulikali. ശരിയാണ്. That is also very good answer. പുലികളി. Okay, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1 question. The traditional song sung during Vallangali is dash. വഞ്ചിപ്പാട്ട്. നിതിന. വെരി ഗുഡ് കറക്റ്റ്. വഞ്ചിപ്പാട്ട് പാടി നേരത്തിലാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. എനിക്കും അത് പാടാനേ അറിയുള്ളൂ. ഇതെന്താ സാധനം? ഓക്കെ. അത് മനസ്സിലായില്ലേ? ദ ട്രഡീഷണൽ സോങ്, പരമ്പരാഗതമായിട്ടുള്ളൊരു പാട്ട് അല്ലെങ്കിൽ പഴയൊരു പാട്ട്, സങ് പാടുന്നത് ഡ്യൂറിങ് വള്ളംകളിയുടെ സമയത്ത് പാടുന്ന ഒരു പരമ്പരാഗതമായ പാട്ട്. അതേതാണ്? വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ട് എന്തോ ആ പാട്ടാണ് ഞാൻ. ഓക്കെ. അതാണ് നമുക്ക് ക്ലൂ കിട്ടിയത്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which day marks the starting of Onam? Attam.
വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത്തം, സ്റ്റാർട്ടിംഗ് ഓഫ് ഓണം. സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഓണം തുടങ്ങുന്ന ദിവസം. അപ്പൊ ഓക്കെ, ഈ ടീമിനും 7 കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിവുള്ളവരാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാവാടിയുണ്ടായിരുന്നു എനിക്കെങ്കിലും? അല്ലാതെ വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ചോദിച്ചത് പിടികിട്ടിയില്ല, ഉത്തരം പറഞ്ഞപ്പോഴാണ് അത് ഇന്നതാണെന്ന് മനസ്സിലായത്. ചോദിച്ചപ്പോൾ അത് പിടികിട്ടിയില്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? നോ സർ, അതിൽ ആ വഞ്ചിപ്പാട്ട് എന്നുള്ള ഇതില്ലേ, പാട്ട് ഇന്നതാണെന്ന് അറിയാം, വള്ളം കളിക്ക് പാട്, പക്ഷെ അത് വഞ്ചിപ്പാട്ട് എന്നുള്ളത് ലൈന് കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. പെട്ടെന്ന് ഓർമ്മ വന്നില്ല സാർ, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, എന്നാലും പക്ഷെ അത് ലിനി കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, വഞ്ചിപ്പാട്ടെന്നല്ലേ പറഞ്ഞത് അല്ലേ? ലിനിയോ? ലിനിയാണ്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ അവതരിപ്പിക്കും. എന്തോ? വിത്ത് പ്ലഷർ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ പറയാൻ താല്പര്യമുള്ളതെങ്കിൽ ഒരാൾക്ക് കൂടി ചാൻസ് തരാം. ഞാൻ തന്നെ പറയട്ടെ. യെസ്, പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് വെർബ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആർ, ആം പ്ലസ് വെർബ് പ്ലസ് ആൻഡ് ING. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. Who is next? Aminu, are you ready? Yes, sir. Simple present, subject plus verb in the present tense. Simple past, subject plus verb in the past tense. Simple future, subject plus will or shall plus verb in the present tense. Present continuous, subject plus is, am, are. ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് വെർബിന്റെ വെർബ് പ്ലസ് ING. Very good. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ബി വെർബിന്റെ വെർബ് പ്ലസ് ING ഫോം. Very good. Okay. Yes, Suresh. Can you? Okay, sir. നിതിന പറഞ്ഞു. Okay. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബിന്റെ ING ഫോം. Very good. Okay. Correct. അടുത്തത് രമേശ് സുരേഷ് പറഞ്ഞോളൂ. Okay, sir. Simple present subject plus verb plus present tense. Simple past subject plus verb plus past tense. Simple future subject plus will or shall plus verb plus present tense. As the present continuous subject plus is or am, are, verb plus ING. Past continuous subject plus was, were plus verb plus ING. Future continuous subject plus will or shall plus be plus verb plus ING. Very good. Okay. ഇനി anybody? ആർക്കെങ്കിലും? സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. ഈ ഷാളും വില്ലും ചേർക്കുമ്പോഴേ ഈ സിംഗുലർ ആകുമ്പോ ഷാള് അങ്ങനെ പ്ലൂറൽ ആകുമ്പോ വില്ല് അങ്ങനെ വല്ല പ്രത്യേകത? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് പറയുന്നത്. ഐ എന്നുള്ളതിന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി എന്നുള്ളതിന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. ഓക്കെ, IUV.
അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ വോളിബോളൊക്കെ കളിക്കൂലേ, വോളിബോളൊക്കെ കളിക്കുന്ന കുട്ടികള് ഞാൻ അന്ന് പറഞ്ഞത് തോന്നുന്നു, ഈ ബോളൊക്കെ ഇങ്ങനെ വരുമ്പോ അവര് രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുകയാണ്. ഒരാളെപ്പോഴും പറയും ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ്. നീ മാറിക്കോ, ഞാൻ എടുത്തോളൂ, ഐ ഷാൽ. അത് ഓർത്താൽ മതി, ഐ ഷാൽ, ഐ ഷാൽ. ഇനിയിപ്പോ എന്തെങ്കിലും വീട്ടില് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ വേറെ ആരെങ്കിലും വരികയാണ്, അപ്പൊ അമ്മീനോട് തോന്നുന്നു ഞാൻ ചെയ്തത്, അപ്പൊ എന്ത് പറയണം, ഐ ഷാൽ. ദാറ്റ് മീൻസ് ഐ ഷാൽ ഡു ഇറ്റ്, ഞാനത് ചെയ്തോളാം. അല്ലെങ്കിൽ 3-5 പേരോട് ഒരു കാര്യം പറഞ്ഞു ഐ ഷാൽ, ഞാൻ ഏറ്റു, ഐ ഷാൽ, ഐ ഷാൽ എക്സിക്യൂട്ട് ഇറ്റ്, ഞാൻ അതിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഓർത്തോണ്ട് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. ഓക്കെ, അപ്പൊ ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. ഉറക്കൊന്നുണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അത് സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കാം. ഓക്കെ, ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. Yes. ജീവന്റെ വെളിച്ചം അമ്മേ